ശ്രദ്ധിച്ച എല്ലാവർക്കും മനസ്സിലാവും. എന്നിട്ട് നമുക്കൊരു വിന്നറിനെ സെലക്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ ബോയ്സും ഇവിടെ ഗേൾസും ആണ് ഇരിക്കുന്നത് കൂടുതൽ അല്ലേ? നമ്മൾ തമ്മിൽ എന്ത് ചെയ്യാം? ചെറിയൊരു കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, കുഴപ്പമുണ്ടോ? നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഇരിക്കുന്ന ആൾക്ക് ടീച്ചർ എന്ത് ചെയ്യണേ? ഒരു കാര്യം പറഞ്ഞ് കൊടുക്കുക. ആ ആളെന്ത് ചെയ്യും? അത് തൊട്ടടുത്തുള്ള ആളോട് പറയും. അങ്ങനെ പറഞ്ഞ് 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 അവസാനം എത്തുമ്പോ ടീച്ചർ പറഞ്ഞ കാര്യം തന്നെയാണോ കേട്ട് എന്നുള്ളത് നോക്കാം. ചെയ്താലോ? ഓക്കെ, ശരിയല്ലേ? റെഡിയല്ലേ? മിണ്ടാതെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്കത് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ജയിച്ച മാത്രം സമ്മാനമുള്ളൂ. സമ്മാനം ഇപ്പൊ എല്ലാം സെറ്റ് ചെയ്ത് തോന്നുന്നു. ഒറ്റ പ്രാവശ്യം പറയാൻ പാടുള്ളൂ. റിപ്പീറ്റ് പറയരുത്. തൊട്ടടുത്തുള്ള ചോദിക്കരുത്. ഒറ്റ പ്രാവശ്യം പറയാ, അടുത്ത ആളിലേക്ക് പാസ് ചെയ്യാം. വർത്താനം പറയാൻ പാടില്ല. ജയിക്കണമെങ്കിൽ ലാസ്റ്റ് വന്നിരിക്കാൻ. ഗേൾസിന്റെ കഴിയാറായേ? രാഷ്ട്രം. ഫസ്റ്റത്തെ ആളെന്തിനാണ് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അറിയില്ല. ഇവിടെ കേട്ടത് തന്നെയാണോ? അങ്ങനെ എന്തിനും നോക്കണ്ടേ? യാതൊരു എന്താ പറഞ്ഞത്? രാഷ്ട്രം എന്താ പറഞ്ഞ? അല്ല, ധൃതരാഷ്ട്രം എന്ന ടീച്ചർ പറഞ്ഞു. അവിടേക്ക് എത്തിയപ്പോഴേക്കും അതെന്തായി? രാഷ്ട്രം എന്നായി. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇനി ശ്രദ്ധ ഇല്ലാണ്ടൊരു പ്രശ്നല്ലേ? അപ്പൊ സിനിമ കാണാൻ ഇഷ്ടമാണോ? സിനിമ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? സിനിമ ശ്രദ്ധിക്കാറുണ്ടോ? ടെസ്റ്റ് ചെയ്യണം. ടീച്ചറ് കുറച്ച് സിനിമകൾ കാണിച്ചു തരാം. അതെ, അല്ല, സിനിമകളുടെ പോസ്റ്റർ കാണിക്കാം. അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണതാണ്. എല്ലാവരും പറയുക. ശരിയല്ലേ? അത് ശരിയാണ്. അപ്പൊ ശ്രദ്ധിക്കണില്ലേ? ആദ്യത്തേല് മാത്രമേ എഴുതാത്തുള്ളൂ, ബാക്കി എല്ലാത്തിലും എഴുതിയിട്ടില്ലേ? ഓക്കെ. അപ്പൊ ടീച്ചർ ഏതൊക്കെ പടങ്ങളാണ് കാണിച്ചത്? ശ്രദ്ധ കൂടിയ ആള് മാത്രം പറയുക. ഒരൊറ്റ ആള് നീക്കിയ 4 പടങ്ങൾ ടീച്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നു. 4 സിനിമ. ഒരൊറ്റ ആളെ നീക്കിയ പറയും. അത്രയും പറയാൻ പാടില്ല. ബഹളം ഉണ്ടാക്കിയാല് ബാക്കി കാര്യങ്ങൾ ശ്രദ്ധ വെക്കും. അതുകൊണ്ടാണ് സിനിമകളുടെ പേര് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടണില്ല. പിന്നെ ടീച്ചർ ക്ലാസ് എടുക്കട്ടെ? എടുക്കണം. ശ്രദ്ധിച്ചിരിക്കോ? ഉറപ്പാണോ? നമുക്ക് ക്ലാസ്സിൽ ചേർത്താലോ? ഓക്കെ. അപ്പൊ ഏതൊക്കെ പടങ്ങളായിരുന്നു? തെങ്കാശി പട്ടണം, പാണ്ടിപ്പട,
വിജയ് സൂപ്പറും പിന്നെ ലാസ്റ്റ് ജോമോന്റെ സുവിശേഷങ്ങൾ. ഓക്കെ, തെങ്കാശി പട്ടണത്തിലെ നായകന് രണ്ട് നായകന്മാരുണ്ട്. ആരൊക്കെ? ലാലും സുരേഷ് ഗോപി. നിങ്ങൾ KD ആൻഡ് കമ്പനി എന്തായാലും ഫുൾ ഫോം? ഓക്കെ, അവര് ഈ സുരേഷ് ഗോപി ലാലും ആ സിനിമയിൽ ആരാണ്? സഹോദരങ്ങളാണോ? അപ്പൊ KND പറഞ്ഞത് കണ്ണൻ ആൻഡ് ദാസൻ കമ്പനി. ഇവര് രണ്ടുപേരും സത്യത്തിൽ ആ പടത്തിൽ സഹോദരങ്ങളൊന്നല്ല. എന്താണ്? വെരി ഗുഡ്. അതെന്താണ്? പാർട്ട്നേഴ്സ് ആണെന്ന് പറഞ്ഞു. ശരി ഉത്തരം. പക്ഷെ ഇതല്ല നമുക്ക് പഠിപ്പിക്കാൻ പോണത്. പാർട്ട്നേഴ്സ് ആണെന്ന് വെച്ചാല് അവരെന്താണ് ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുവരിക? ബിസിനസ്സിലേക്ക് എന്താ കൊണ്ടുവരിക? പൈസ കൊണ്ടുവരും. ഓക്കെ, ആ പൈസ നമ്മൾ പേര് പറയുന്നത് ക്യാപിറ്റൽ. എന്താണ്? ക്യാപിറ്റൽ. അതും ശരിയായ ഉത്തരാണ്. സുരേഷ് ഗോപി ക്യാപിറ്റൽ കൊണ്ടുവന്നു. അപ്പൊ ലാലു വന്നിരിക്കും. ലാലു എന്ത് ചെയ്തു? ക്യാപിറ്റല് കൊണ്ടുവന്നു. ഈ ക്യാപിറ്റല് കൊണ്ടുവന്നു കഴിഞ്ഞാല് അവർക്ക് തിരിച്ചു കൊണ്ടുപോകും വേണം. അത് അവിടെ തന്നെ നിർത്തുവോ? കുറെ കാലം, ചിലപ്പോ കുറെ കാലം നിർത്തും. അങ്ങനെ നിർത്തുമ്പോ എന്ത് കിട്ടും? അതിന് പ്രോഫിറ്റ് കിട്ടും. ശരി, പിന്നെ ലാഭം. പിന്നെ സുരേഷ് ഗോപി 1 ലക്ഷം രൂപയാണ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. ലാല് കൊണ്ടുവന്നത് 2 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവര് കൊണ്ടുവന്ന ക്യാപിറ്റലിന് നമ്മളൊരു സംഭവം തിരിച്ചു കൊടുക്കും. പ്രോഫിറ്റ് അല്ലാതെ ഇൻട്രസ്റ്റ്. എന്താണ്? അപ്പൊ എന്താ തിരിച്ചു കിട്ടാന്നാ പറഞ്ഞത്? ഇൻട്രസ്റ്റ് കിട്ടുന്നത്. എന്ത് ചെയ്തു? സുരേഷ് ഗോപിക്കും ലാലിനും എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് കിട്ടി. എന്തിനുള്ള ഇൻട്രസ്റ്റ് ആണ് കിട്ടിയത്? ക്യാപിറ്റലിനുള്ള ഇൻട്രസ്റ്റ് കിട്ടി. അപ്പൊ നമ്മള് ഏത് സബ്ജക്റ്റ് എടുക്കാൻ പോണേ? അക്കൗണ്ടൻസി. എന്താണ്? ഓക്കെ, അതില് ഇപ്പൊ ടോപ്പിക് എന്താണ്? അക്കൗണ്ടൻസിയില് ആദ്യം പറഞ്ഞത് ഇൻട്രസ്റ്റ് എന്നല്ലേ പറഞ്ഞേ? ഇൻട്രസ്റ്റ്. എന്തിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത്? അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, ടോപ്പിക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. വേറെ എവിടെയെങ്കിലും ഇൻട്രസ്റ്റ് എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പൈസ കിട്ടും. നമുക്ക് എന്ത് തിരിച്ചു കിട്ടും? ഇൻട്രസ്റ്റ് തിരിച്ചു കിട്ടും. അപ്പൊ പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ഇങ്ങോട്ട് കിട്ടണതാണോ അത് അങ്ങോട്ട് കൊടുക്കണതാണോ? ഇൻകാണ്. എന്താണ്? ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ഇപ്പൊ ടീച്ചറ് ഫേം ആണെന്ന് കരുതാം. ബോയ്സ് പാർട്ട്നേഴ്സ്, ഗേൾസും പാർട്ട്നേഴ്സ്. ടീച്ചർ നിങ്ങൾക്ക് എന്ത് തരികയാണ്? ഇൻട്രസ്റ്റ് തരികയാണ്. ഓക്കെ, അപ്പൊ ടീച്ചർക്ക് അത് ചെലവാണോ അതോ ഇൻകാണോ? ടീച്ചർക്ക് ഇൻകാണോ? ടീച്ചർക്ക് വരിക ചെയ്യാ? അല്ല, ടീച്ചർക്ക് എന്ത് ചെയ്യും? പോവും. നിങ്ങൾക്ക് അതെന്താണ്? ഇൻകാണ്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യം പറഞ്ഞു. പാർട്ട്നേഴ്സിന് അതെന്താണ്? ഒരു ഗെയിനാണ്, ഒരു നേട്ടമാണ്. പക്ഷെ ഫേമിന് അതെന്താണ്? ഒരു നഷ്ടം എന്ന് പറയുന്നില്ല, ഒരു എക്സ്പെൻസ് ആണ്. ഓക്കെ അല്ലേ? ഇപ്പൊ ലാല് അതുപോലെ സുരേഷ് ഗോപി വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതന്നെ ഈ ക്ലാസ് തുടങ്ങിയത് നമുക്ക് കൊണ്ടുപോവാം അല്ലെ? അവര് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയില്ല. പകരം എന്ത് ചെയ്യാണ്? വേറെ എവിടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു കരുതുക. അപ്പൊ അവർക്ക് അതിന് ലാഭം കിട്ടില്ലേ? ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ? വേറെ എവിടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും പറഞ്ഞു? എന്തെങ്കിലും റിട്ടേൺ കിട്ടും. അതിന് പകരം നമ്മുടെ കമ്പനിക്കാർ കൊടുക്കുന്നതാണ് എന്ത്? ഇൻട്രസ്റ്റ് എന്നത്. ഓക്കെ, അതുപോലെ രണ്ടുപേരും ഒരേ എമൗണ്ട് ആണോ കൊണ്ടുവന്നിരിക്കുന്നത്? അല്ല, ഒരാൾ 1 ലക്ഷം കൊടുന്നു, മറ്റാൾ എത്ര കൊടുന്നു? 2 ലക്ഷം കൊടുന്നു. രണ്ടുപേർക്കും
ഇല്ല. പിന്നെ ഒരാൾക്ക് 1 ലക്ഷത്തിന്റെ മുകളിലും കൊടുക്കും, മറ്റാൾക്ക് 2 ലക്ഷത്തിന്റെ മുകളിലും കൊടുക്കും. ഇത് വെറുതെ ഇങ്ങനെ കൊടുക്കുക ചെയ്യാം. 1 ലക്ഷം രൂപ കൊണ്ടുവന്നു, 1 ലക്ഷം തിരിച്ചു കൊടുക്കുക, അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇല്ല. പിന്നെ എന്ത് രീതിയിലാണ് കൊടുക്കുക? അപ്പൊ ബാങ്കിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ എത്ര പെർസെന്റേജാണ് കിട്ടുക? 1000. പിന്നെ എത്ര പെർസെന്റേജാണ് കിട്ടുക? 8.5. അപ്പൊ പല റേറ്റുകൾ പറഞ്ഞു. ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? റേറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, എന്താ വിളിക്കുക? റേറ്റ് എന്ന് വിളിക്കാം. നമ്മള് ഇപ്പൊ ടീച്ചർ തുടങ്ങിയത് ജനുവരി 1-ാം തീയതി. എന്താണ്? ജനുവരി 1-ാം തീയതി ടീച്ചർ എന്ത് തുടങ്ങി? പാർട്ട്ണർഷിപ്പ് തുടങ്ങി, ക്യാപിറ്റല് കൊണ്ടുവന്നു. തിരിച്ച് ഡിസംബർ 31-ാം തീയതി ആകുമ്പോഴേക്കും എന്ത് കാണും? ഇൻട്രസ്റ്റ് നമ്മള് കാണും. അപ്പൊ അത് എത്ര ദിവസത്തേക്കാണ് കണ്ടത്? പോണ്ട, എത്ര വർഷത്തേക്കാണ് കണ്ടത്? 1 വർഷം. ജനുവരിയിൽ തുടങ്ങി, ജനുവരി 1-ാം തീയതി തുടങ്ങി, ഡിസംബർ 31-ാം തീയതി എന്ത് ചെയ്തു? അവസാനിച്ചു. അപ്പൊ എത്ര വർഷത്തേക്കാണ് അവിടെ ഇൻട്രസ്റ്റ്? 1 വർഷത്തേക്ക്. എത്രയാണ്? 1 വർഷം. അപ്പൊ അവിടുത്തെ പീരിയഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1 വർഷം. ഇനി നമുക്ക് ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ലേ പറഞ്ഞ ടീച്ചറെ? അതിൽ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഒന്ന് ചാർട്ടിലുണ്ടാലോ? വായിക്കും എല്ലാവരും? എല്ലാവരും വായിക്കാറുള്ളവരല്ലേ? ആണ്. ഓക്കെ, ഫസ്റ്റ് ടീച്ചർ പറഞ്ഞു പാർട്ട്നേഴ്സിനത് നല്ല ലാഭമാണോ? അവർക്കത് കിട്ടുകയല്ലേ ചെയ്യുന്നത്? കമ്പനിയാണോ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അപ്പൊ ഫേം എന്ത് ചെയ്യാണ്? പാർട്ട്നേഴ്സിന് എന്ത് കൊടുക്കുന്നു? ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അപ്പൊ പാർട്ട്നേഴ്സിനുള്ള ഒരു പേയ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പിന്നെ ടീച്ചർ പറഞ്ഞു ഇവിടെ അല്ലാതെ എന്ത് ചെയ്യാണ്? ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാണെന്ന് കരുതുക. അപ്പൊ അതിന് പകരമായിട്ട് കിട്ടുന്നതല്ലേ എന്തെന്ന് പറയുന്നത്? ഈ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും കാണുമോ? ക്ലാസ്സിലെ ഏറ്റവും സൗണ്ട് ഉള്ള ആരാ? ആരുമില്ലേ? ആർക്കും സൗണ്ട് ഇല്ലേ? ടീച്ചറുടെ സൗണ്ട് അറ്റം വരെ കേൾക്കണില്ലേ? സീന വായിക്കോ? സീന വായിക്കില്ല. വേറെ സീനാരുണ്ടല്ലോ. സീനാൻ വായിക്കും. ബാക്കിലേക്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് പറയണം. ഫസ്റ്റ് എന്താണ് ഇരിക്കണേ? ആർക്കാ കൊടുക്കണേ? പാർട്ട്നേഴ്സിന് കൊടുത്തു. രണ്ടാമത്തത് ക്യാപിറ്റലിലൊരു കോമ്പൻസേഷൻ ആണ്. പിന്നെ ഫേമിന് എന്താണ്? ഒരു ചെലവാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് ഗെയിൻ ഫോർ പാർട്ട്നേഴ്സ്. 4 പോയിന്റ് സിനാൻ വായിച്ചു. ആ 4 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സിനാൻ അടുത്തത് നെക്സ്റ്റ് 4 പോയിന്റ്. പുതിയ വേർഡാണ്. എന്താണ്? പാർട്ട്ണർഷിപ്പ് നീഡ്. അതായത് നമ്മൾ പാർട്ട്ണർഷിപ്പ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഒരു കരാർ എഴുതും. അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുള്ളൂ. നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പിലാണ് പറഞ്ഞിട്ടില്ല എന്ത് വേണ്ട? ഇൻട്രസ്റ്റ് കൊടുക്കണം. നെക്സ്റ്റ് സുരേഷ് ഗോപി എത്ര കൊടുക്കുന്ന പറഞ്ഞേ? 1 ലക്ഷം. ആ 1 ലക്ഷത്തിന് മേലെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അക്കൗണ്ട് പഠിക്കുമ്പോ ഒന്നുകൂടി പഠിക്കാം. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ എന്തിന്റെ ബേസിസിലാണ്? ടൈമിന്റെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, മനസ്സിലായിട്ടുണ്ടാവില്ല. 1 ലക്ഷം രൂപ തുടക്കത്തിൽ കൊണ്ടുവന്നു. ഇടയിൽ വെച്ചിട്ട് കുറച്ചുകൂടി പൈസ ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരണമെന്ന് ആർക്ക് തോന്നി? നമ്മുടെ എക്സാമ്പിൾ ആരായിരുന്നു? സുരു ആയിരുന്നു. സുരേഷ് ഗോപി ആയിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ആളെന്ത് ചെയ്യാണ്?
വിചാരിച്ചിട്ട് ഇടയിൽ വെച്ചിട്ട് വീണ്ടും ക്യാപിറ്റൽ എവിടേക്ക് കൊണ്ടുവന്നു? ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ അത് ഒരു വർഷത്തേക്ക് മൊത്തം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. വീണ്ടും ഇടയിൽ എപ്പോഴാണോ കൊണ്ടുവന്നത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള പീരീഡിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കാൽക്കുലേറ്റ് ചെയ്യൂ. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? നമുക്ക് കണക്ക് ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമല്ല, ഇഷ്ടമല്ല, അത് നമുക്ക് ഇഷ്ടപ്പെടല്ലേ? ചെറിയൊരു കണക്ക്, ചെറുത് വേണ്ട, വേണമെന്നാ വേണ്ട, വേണ്ട, വേണം. അപ്പൊ എന്താ അഭിപ്രായം വന്ന സ്ഥിതിക്ക് നമുക്ക് വേണം എന്നുള്ളതിലേക്ക് കൊടുക്കാം. ചെറിയ കണക്കാണ്. ടീച്ചർ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാണ്. ആ ഗിഫ്റ്റ് എല്ലാവർക്കും വേണ്ടേ? അപ്പൊ ഈ ഒരു കണക്ക് ചെയ്താൽ ഗിഫ്റ്റ് എല്ലാവർക്കും തന്നിട്ട് ടീച്ചർ എന്ത് ചെയ്യുള്ളൂ? പോണുള്ളൂ. ഓക്കെ, അപ്പൊ പറഞ്ഞു ആദ്യം കൊണ്ടുവന്ന ക്യാപിറ്റലിനെ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഇല്ലേ? ആ അതിന് നമ്മള് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് വിളിച്ചു. പിന്നെ ഇപ്പൊ പലരും പറഞ്ഞു 9%, 8.5%, അങ്ങനെ ഓരോ പെർസെന്റേജ് പറഞ്ഞു. അത് റേറ്റ് എന്ന് പറയാം. ടീച്ചർ കൊണ്ടുവന്ന ജനുവരി 1-നാണ്. ഡിസംബർ 31 വരെ എവിടെ ഉണ്ട്? ബിസിനസ്സിൽ ഉണ്ട്. അപ്പൊ എത്ര വർഷത്തേക്കാണ് നമ്മള് കാൽക്കുലേറ്റ് ചെയ്യണത്? ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കിയാലോ? അടുത്തത് വലിയൊരു ഇക്വേഷൻ പോലെ ഇവിടെ ഇതൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. എന്തൊക്കെയാണ്? ക്യാപിറ്റൽ വേണം, പിന്നെ റേറ്റ് വേണം, പിന്നെ പീരിയഡ് വേണം. ടീച്ചർ തുടങ്ങിയത് ജനുവരിയിലായിരുന്നു, അവസാനിപ്പിക്കുന്നത് ഡിസംബറിലാണ്. അപ്പൊ പീരിയഡ് എത്രയാണ്? ഒരു വർഷം. ഓക്കെ, അപ്പൊ ടീച്ചർ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ക്യാപിറ്റല്, സെക്കൻഡ് റേറ്റ്, തേർഡ് പീരിയഡ്. ഓക്കെ, ടീച്ചർ ജൂണിലാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. എന്താണ്? ടീച്ചർ ജൂണിലാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് എന്ന് കരുതുക. അപ്പൊ ഡിസംബറിൽ ടീച്ചർ എന്ത് ചെയ്യാണ്? ഡിസംബർ വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എന്ന് കരുതുക. എത്ര വർഷത്തേക്കാണ് അല്ലെങ്കിൽ എത്ര മാസത്തേക്കാണ് നമ്മള്? എത്രയാണ്? 6, 7, 8 മാസം. ജൂൺ 1-ാം തീയതി ടീച്ചർ കൊണ്ടുവരും. എന്താണ്? ജൂൺ 7 മാസം. ഉറപ്പിച്ചോ? ഒരു തരം 7 മാസം. ശരി, ഇനി നമുക്ക് കണക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ അതിന്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. ക്യാപിറ്റൽ കാണാൻ capital of the partner into rate into period for which amount retained in the business. ഒന്നുമില്ല, amount into period into rate. സിമ്പിൾ ആയിട്ട് amount into period into rate. കണക്ക് ചെയ്യല്ലേ? റെഡി? മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. മനസ്സിലായതിന് കണക്ക് ചെയ്യണം, എല്ലാരും ശരിയാക്കണം. ടീച്ചർ അത് ചെയ്ത് കാണിക്കാം. അപ്പൊ മനസ്സിലായാലോ അല്ലേ? ഓക്കെ, ടീച്ചറ് നമ്മള് സുരേഷ് ഗോപി എത്ര കണ്ടെന്നേ? 1 lakh. 1 lakhന് എത്ര സീറോ ഉണ്ട്? ടീച്ചർ ശരിയാണോ? അല്ലേ? ശരി. 10%. എത്രയാണ്? 10% റേറ്റ് എന്ന് കരുതുക. ഓക്കെ, 10/into. ടീച്ചർ ജനുവരിയിൽ കൊണ്ടുവന്നു. ഏത് വരെ ഉണ്ട് ടീച്ചറുടെ ബിസിനസ്? ഡിസംബർ വരെ ഉണ്ട്. അപ്പൊ അവിടെ എത്ര മാസം ഉണ്ട്? 12. അപ്പൊ 12/12 എന്ന് പറയുമ്പോൾ എത്ര വരും? 1. അതായത് ഒരു വർഷം നമ്മൾ കണക്കൂട്ടാം. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ 2 പൂജ കേട്ടട്ടെ, കുഴപ്പമുണ്ടോ? അപ്പൊ അവിടെ വെട്ടിപ്പടി നമ്മൾ എന്ത് ചെയ്യണം? വെട്ടണം. 1000 into അപ്പൊ എത്ര? 10,000 രൂപ. എത്രയാണ്? 10,000 രൂപ കിട്ടി. ഇനി ഇത് ആരുടെ കഥ പറഞ്ഞേ? സുരേഷ് ഗോപിയുടെ. ലാൽ എത്ര കൊണ്ടുവന്ന്? 2 lakh. എത്രയാണ്? 2 lakh. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ലാലിന്റെ ഇതുപോലെ ഒന്ന് കാണാം. 2 lakh
മനസ്സിലായി? ടീച്ചർ ബോർഡ് മാറ്റിയാണ്. ഇനി ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? തന്നേക്ക് ചെയ്യണം. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ടീച്ചറെ മനസ്സിലായിട്ടില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ടീച്ചർ ഒന്നും കൂടി പറഞ്ഞുതരാം. ഗിഫ്റ്റ് ഒക്കെ തന്നിട്ട് തെറ്റിച്ച മോശല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ മൗനം സമ്മതമായിട്ട് വിചാരിക്കുകയാണ്. ടീച്ചർ എന്ത് ചെയ്യാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാരക്ടർ. ഓക്കെ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ആദ്യം കുറച്ച് പോയിന്റുകൾ പഠിച്ചു, പിന്നെ ഒരു കണക്കും പഠിച്ചു. അത്രേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. നമ്മളൊരു ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലായി നോക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു പരീക്ഷ പോലെ കാണാം. പരീക്ഷ എന്നൊന്നും പറയുന്നില്ല, ഒരു ചോദ്യം തരും, നിങ്ങൾ അതിനെന്ത് ചെയ്യും? ഉത്തരം പറയും, അല്ലെങ്കിൽ എഴുതും. എഴുതും നല്ലത് അല്ലേ? ഇതും ടീച്ചർ എടുക്കുകയാണ്. എടുത്തോട്ടെ? നിങ്ങൾക്ക് ചോദ്യത്തിൽ സുരേഷ് ഗോപി ആദ്യമൊന്നും തരില്ല, പാർട്ട്നേഴ്സിന് വേറെ പേരായിരിക്കും തരിക. അപ്പൊ തെറ്റിക്കാതെ ഗിഫ്റ്റ് എല്ലാവർക്കും ഉണ്ട്. ഇത്തരം ശരിയാക്കിയവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? അഡീഷണൽ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാം. അതല്ല അതിൻ്റെ ഒരു ഭംഗി. ഓക്കെ, ശരി. ടീച്ചർ എന്ത് ചെയ്യാണ്? കുറച്ച് എഴുതിയിട്ട് ടീച്ചർക്ക് ആരാദ്യം തരുന്നു നോക്കാം. വായിക്കാൻ കിട്ടുന്നില്ലേ? ആരൊക്കെ പാർട്ട്നേഴ്സ് ഉണ്ട്? സിയും
ഫസ്റ്റ് ടീച്ചർക്ക് എല്ലാ ഉത്തരവും ശരിയാക്കിയിട്ട് പേപ്പർ കാണിച്ചെന്താരാണ് സപ്ന. നമുക്ക് എന്ത് കൊടുക്കാം? ഒരു പെണ്ണ് കൊടുക്കാം. നെക്സ്റ്റ് വേറൊരാള് ശരിയാക്കിയിരുന്നു സിന. ആരാണ്? സിനാന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പെണ്ണ് കൊടുക്കാം. ടീച്ചർക്ക് ഒരു പെണ്ണ് കൂടി ബാക്കിയുണ്ട്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യാണ്? ഒരു ചോയ്സ് വെക്കുകയാണ്. ഇപ്പൊ ടീച്ചർ അവിടെ കാണിച്ച ചോദ്യം കണ്ടു. അത് ബോർഡില് ആർക്കെങ്കിലും വന്ന് ചെയ്യാൻ പറ്റും. ഈ തന്ന ചോദ്യം ബോർഡിൽ വന്ന് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. ആരെങ്കിലും ഒരാൾ ഉത്തരം കിട്ടിയ ആരെങ്കിലും ഒരാൾ. ശരിയാണോ നിങ്ങൾ നോക്കണം. തെറ്റാണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കണവർക്ക് നമുക്ക് എന്തെങ്കിലും സമ്മാനം ജനുവരി 1-നാണ് അവസാനിക്കുന്നത്. ഡിസംബർ 31-നാണ് ക്യാപിറ്റല്. ഈ എത്ര രൂപ ക്യാപിറ്റല് കൊടുക്കുന്നത്? പിന്നെ 30,000. എത്ര റേറ്റ്? 6%. 6%. എത്ര വർഷത്തേക്കാണ് ചെയ്യുന്നത്? ഒരു വർഷം. ഓക്കെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എമൗണ്ട് ഇൻടു റേറ്റ് ഇൻടു പീരിയഡ്. ഇനി മറക്കോ? എപ്പോ ചോദിച്ചാലും കിട്ടോ? ഒന്നുകൂടി പറയാം. എന്താണ്? എമൗണ്ട് ഇൻടു റേറ്റ് ഇൻടു പീരിയഡ്. ആർക്കും സംശയമില്ല. അപ്പൊ ക്ഷമ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്താണ്? സിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എമൗണ്ട് എത്രയായിരുന്നു? 20,000 രൂപ. എത്രയായിരുന്നു റേറ്റ്? 6%. എത്ര വർഷത്തേക്കായിരുന്നു? ഒരു വർഷത്തേക്ക്. ശരിക്കും ഉത്തരം എത്രയാണ്? 1,200 രൂപ. ശരിയല്ലേ? ഓക്കെ. രണ്ടാമത്തെ പാർട്ണർ ആരാണ്? ഡി. ഡിയുടെ ക്യാപിറ്റൽ എത്രയാണ്? 30,000 രൂപ. എത്രയായിരുന്നു റേറ്റ്? റേറ്റ് എത്രയായിരുന്നു? പറഞ്ഞോളൂ. അപ്പൊ ക്ഷമയ്ക്ക് കയ്യിൽ കൊടുത്തേ. ഇപ്പൊ നമ്മള് ഓക്കെ, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഇനി നാളെ ടീച്ചർ വരണോ? അതോ വരണ്ടേ? വരണം. ഓക്കെ. അതിന്റെ വരികയാഴ്ച ടീച്ചർ എന്ത് ചെയ്യണമെന്നിട്ട് ഒരു പണിയും കൂടി തരികയാണ്. നാളെ ടീച്ചർ വരുന്നുണ്ട്. വരണമെന്ന് കുഴപ്പമുണ്ടോ? അപ്പൊ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇപ്പൊ ടീച്ചർ കുറച്ച് സിനിമകൾ കാണിച്ചൊന്നില്ലേ? അത് ഇഷ്ടമുള്ളൊരു പണിയാണ്. ഇപ്പൊ ടീച്ചർ 4 സിനിമ കാണിച്ചത്. അതിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണ്? എല്ലാതും ടീച്ചർ കാണിച്ചത് എന്തിന്റെ പടമായിരുന്നു? പാർട്ട്നേഴ്സിന്റെ പടമായിരുന്നു അല്ലേ? തെങ്കാശി പട്ടണത്തിന്റെ പാർട്ട്നേഴ്സ് നമ്മൾ പറഞ്ഞു. ആരൊക്കെയായിരുന്നു? സുരേഷ് ഗോപി, ഞാൻ, ജോമാനും സുശേഷ്. ആരൊക്കെയായിരുന്നു പാർട്ട്നേഴ്സ്? ദുൽഖറിന്റെ കൂടെ പാർട്ട്ണർ ആയിരുന്ന പേര് മുകേഷോ? മുകേഷ് അച്ഛനായിരുന്നു. അത് ശരി. അതല്ല, വിജയ് സൂപ്പറും പൗർണമി. വിജയ് സൂപ്പറും പൗർണമിയില് ആരൊക്കെയായിരുന്നു പാർട്ട്നേഴ്സ്?
നിങ്ങളെ കണ്ട സിനിമകളിലെ ഏതെങ്കിലും സിനിമകളിൽ എന്താ നോക്കുക? പാർട്ട്നേഴ്സ് ഉണ്ടോ നോക്കുക. സിമ്പിൾ അല്ലേ? അല്ലേ? ഓക്കെ. നാളെ സിനിമ വരുമോ? ഉറപ്പല്ലേ? ഒരു പാട്ടോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? ക്ലാസ് അങ്ങ് നിർത്താം. ആരാ പാടുക? എല്ലാരും പാടാം. ടീച്ചർ ഒരു വരി പാടാം. എന്ത് ചെയ്യാ? ടീച്ചർ വരി പാടില്ല, പറയുള്ളൂ. ഇവരൊന്ന് പാടും. ടീച്ചർ പറയും, നിങ്ങൾ എന്ത് ചെയ്യും? പാടും. ഓക്കെ. ടീച്ചർ വെറുതെ പറയുള്ളൂ. അതാരാണ് നല്ല താളത്തിൽ പറഞ്ഞതാണ്? ഇവിടെ കൊണ്ടുവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ. വരിയിലാണ്. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുടങ്ങല്ലേ? കേൾക്കണോ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അപ്പൊ നാളെ കാണാം. നാളത്തേക്ക് തന്ന കാര്യം ആരും മറക്കരുത്.